രാഹുൽ, ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെയാണുള്ളത്? ഈ LDFും UDFും ഇന്ന് പത്രികയൊക്കെ സമർപ്പിക്കുന്ന ദിവസമാണ്. വാഗ്ദാനങ്ങൾ പെരുമഴ പോലെ വരുന്ന ദിവസം. ആ പെരുമഴ വാഗ്ദാനങ്ങളിൽ പെട്ട് ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നു എന്നറിയാൻ ഇനി ഒരാഴ്ച മാത്രമേ കൃത്യം ബാക്കിയുള്ളൂ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? അങ്ങനെ തന്നെയാണ്. കാരണം പ്രകടന പത്രിക പുറത്തു വരികയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴും ഈ പ്രകടന പരത എങ്ങനെയുണ്ട്, ഇതുവരെ അവരുടെ വിലയിരുത്തൽ എങ്ങനെയാണ്, ഈ മുന്നണികളുടെ പ്രകടന പരത, പ്രതിപക്ഷത്തിരുന്നവരും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരുന്നവരുമൊക്കെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ആളുകളിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇനിയിപ്പോൾ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം കൂടി വരികയാണ്. അപ്പോൾ അത് വലിയ ആകാംക്ഷയാണ്. ഞാനിപ്പോൾ എന്തായാലും ചാല കമ്പോളത്തിലാണുള്ളത്. ഇവിടെ തിരക്കേറിയ ഈ പറഞ്ഞ വാണിജ്യ കൈമാറ്റങ്ങൾ നടക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ചർച്ചകളുമുണ്ട്. ഏറ്റവും പ്രധാനമായി പല പോക്കറ്റുകളിലും തിരഞ്ഞെടുപ്പിലെ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, രാവിലെ തിരക്കാണോ? അയ്യോ, എന്നോട് ഒന്നും ചോദിക്കണ്ട. അതെറ്റി ഇലക്ഷനാണ്, ഇനി നമ്മള് മറുപടി പറയേണ്ട സമയം. ഇല്ല, ഞാനൊന്നും പറയില്ല. ഇല്ല ആര് വരും എന്നുള്ള വല്ലതും അങ്ങനെയല്ല, അതുമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അത് തന്നെയാണ്, മറുപടി പറയുന്നില്ല. മനസ്സിൽ അല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. അമ്മേ, രാവിലെ തിരക്കാണോ ഇവിടെ? തിരുവനന്തപുരത്ത്. ചേട്ടാ, ഇലക്ഷനാണ് വരുന്നത്, എങ്ങനെയുണ്ട് ഇവിടെ? ഇലക്ഷന് ചൂടൊക്കെ ആയോ? ഇലക്ഷന് ചൂടാവുന്നില്ലേ, ഏത് പാർട്ടി ഭരിച്ചാലും കണക്ക് തന്നെയാണ്. അങ്ങനെയാണോ? നമ്മളെ വേല നമുക്ക് കിട്ടും, അവർ ചെയ്താൽ അവരെ വേറെ വെക്കും. എങ്കിലും നടത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് ഗുണപ്പെടുന്ന ആരാണെന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ട കാലമല്ലേ ഇപ്പോൾ എല്ലാം വ്യക്തിപരമായിട്ട് ചെയ്യണം. ആരാണ് നല്ല ചെയ്യണം അത് ചെയ്യണം. നല്ല വ്യക്തികൾക്ക് വോട്ട് ചെയ്യണം. നല്ലവർക്ക് ചെയ്യണം. ഇവിടെ തിരുവനന്തപുരത്താണോ വോട്ട്? തിരുവനന്തപുരത്ത് തന്നെയാണ്. വ്യക്തി മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. വ്യക്തി മനസ്സിലുണ്ട്. കമ്മ്യൂണിസ്റ്റിനെ ഇടുള്ളൂ. അത് ഞാൻ എഴുതി കഴിഞ്ഞു. ആണല്ലേ? കാട്ടാക്കട മണ്ഡലം. അതെ. അപ്പൊ അങ്ങനെ ഈ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ഈ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഈ ആളുകൾ നിൽക്കുന്നത്. വലിയ തിരക്ക് നമുക്കിപ്പോൾ ഇവിടെ എന്തായാലും കാണാൻ കഴിയുന്നുണ്ട്. ചേട്ടാ, സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയാണോ? ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നല്ല ചൂട് പിടിച്ച് വരണുണ്ട്. ആണല്ലേ? ആര് വരണം എന്നാണ് ആഗ്രഹം? നല്ലൊരു ഭരണാധികാരി വരണം, അല്ലാതെ വേറെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതാരെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും രാവിലെ ചൂടോടെ ചായ നൽകുകയാണ് ആളുകൾക്ക്. ചൂടോടെ അല്പം രാഷ്ട്രീയം പറഞ്ഞാലോ? പറഞ്ഞോല്ലേ, എന്തിനാണ് ചോദിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്തിനാണ് ചോദ്യത്തിന് വേണ്ടിയല്ലേ? ഉത്തരം എല്ലാം മനസ്സിലുണ്ട്. ശരി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? ഇതായിരിക്കില്ലേ ഇതന്നെ ചൂട്. ആണല്ലേ? തയ്യാറെടുത്തോ തെരഞ്ഞെടുപ്പിന്? റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ ദിവസം നമ്മൾ പോയി ഒരു വോട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് ആരൊക്കെയാണോ ഇടണം അവർക്ക് ഇട്ട് കൊടുക്കാം, അത്ര തന്നെ. മനസ്സിലൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് അവിടെ പോയി ആർക്ക് ഇടണം അവർക്ക് ഇടും. തീരുമാനിക്കാൻ ഇനിയിപ്പം കാത്തിരിക്കുകയാണ്. കുറച്ച് ദിവസമേ. ചായ അടിക്കാൻ ഗ്യാസ് ഇല്ല. അവിടെ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് ഗ്യാസ് കൊടുത്തേച്ചെന്ന്. ഇവിടെ ഗ്യാസ് തരണില്ല. ഇവിടെ ഏജൻസിക്കാരന്മാർ ഒരു കുറ്റി ഗ്യാസ് പോലും തരണില്ല. ഹോട്ടലിലേക്ക് ഒരു കുറ്റി ഗ്യാസെങ്കിലും കൊടുക്കണമെന്നാണ് പറയണത്. അതുപോലും തരണില്ല. വലിയ പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കുമല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ കടന്നു വരുമ്പോൾ ആളുകൾ അവരുടെ ബുദ്ധിമുട്ടും പറയുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിൽ ഈ പറയുന്നത് പോലെ അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കാൻ കഴിയുന്നവർക്ക് വോട്ട് നൽകണം. അവിടെ വോട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചേട്ടാ, ചായ കുടിച്ചോ? ചായ കുടിക്കാൻ വെയിറ്റ് ചെയ്യാണ്. അവിടെ മുന്നണികളും വെയിറ്റ് ചെയ്യാണ് ഈ പറഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട്. തയ്യാറെടുത്തോ മനസ്സുകൊണ്ട്? ഇലക്ഷൻ ആര് ജയിക്കണോ അവർക്ക് കിട്ടും. ആര് ജയിക്കുന്നോ അവർക്ക് ഇട്ട് കൊടുക്കും. അതങ്ങനെ നേരത്തെ അറിയാൻ പറ്റുമോ? നേരത്തെ അറിയാൻ പറ്റുമോ ആരാ ജയിക്കുന്നത്? ആര് ജയിക്കണം ആഗ്രഹം? ഏത് മുന്നണി വരും? ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ ജയിക്കുന്ന ആൾക്ക്? ചേട്ടാ, എന്താണ് പറഞ്ഞു കൊടുക്കണം, നമുക്ക് അഭിപ്രായം പറയാം. പറഞ്ഞോ, എങ്ങനെയാണ് ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ ഭരണ മാറ്റം വരുമോ? അത് പറയാൻ പറ്റില്ല. എല്ലാം ജനങ്ങളെ ഇരിക്കുകയല്ലേ. ജനങ്ങളെന്ന് ഇപ്പൊ ചേട്ടൻ്റെ യാത്രയാ പറഞ്ഞോ. തീരുമാനിച്ചോ ആർക്ക് വോട്ട്? എവിടെയാണോ വോട്ട്? തിരുവനന്തപുരത്താണോ വോട്ട്? രാവിലെ തന്നെ ജോലി തിരക്കിലാണ്. അപ്പോ ഇത് 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ ആരാണ് മനസ്സിൽ? ശരി. അപ്പൊ എന്തായാലും ഈ ആളുകൾ ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അത് അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്, ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഈ പറയുന്നത് പോലെ
അതെല്ലാം കണക്ക് കൂട്ടി ഇപ്പോഴും തീരുമാനമെടുക്കാത്ത ഓരോ കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മനുഷ്യർക്ക് വോട്ട് ചെയ്യണം, മറ്റൊന്ന് വ്യക്തിബന്ധം നോക്കണം എന്നൊക്കെയാണ്.